ഇതൊക്കെ ആരുടെ മുന്നിലാണ് ഈ അഭിനയം എന്നുള്ളത് ചോദിച്ചു പോവുകയാണ്. അർജുൻ എന്താ അവരുടെ പേര്? അവരോടോ പാർട്ടി? അവരാണ് പാർട്ടി എന്ന് പറയുന്നുണ്ടെങ്കിൽ അവർ പാർട്ടി അല്ലാന്നുള്ള എല്ലാവർക്കും മനസ്സിലാവില്ലേ? തെറ്റായ ധാരണകളാണ് ഇപ്പോൾ ഈ സോഷ്യൽ മീഡിയയിൽ വരുന്നതൊക്കെ. അതൊരു പ്ലാൻ വർക്ക് ഉണ്ട് അതിന്റെ പിന്നിൽ. കമ്മ്യൂണിസ്റ്റ് പാർട്ടി മാർക്സിസ്റ്റ് അറിയാത്തവരാണ് കേരളത്തിലെ മലയാളികൾ. അർജുനാങ്കിക്കെതിരെ നടപടി എടുക്കണമെങ്കിൽ നടപടി അവർ എടുത്തോട്ടെ. ഞാനിപ്പോൾ ഞാനെന്ത് പറയാം, അർജുനാങ്കിനെ ന്യായീകരിക്കേണ്ട ആവശ്യമൊന്നും എനിക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം ഇല്ല. അയാൾക്കെതിരെ നടപടി എടുക്കണമെങ്കിൽ നടപടി എടുത്തോട്ടെ. അതിന് യാതൊരു തടസ്സവും ഞങ്ങൾക്കില്ല. ഞാൻ കണ്ടിട്ടില്ല. നമസ്കാരം. അപ്പോൾ പിന്നെ എങ്ങനെയാ? അപ്പോൾ സംശയമൊന്നുമില്ലല്ലോ അല്ലേ? ഇപ്പോൾ അർജുനെ തള്ളി പറഞ്ഞിരിക്കുകയാണ്. അർജുനൊരു പ്രശ്നം വന്നു, ഇവർ അർജുനെ തള്ളി പറഞ്ഞു. വളരെ സിമ്പിൾ. ഇതേപോലെ തന്നെയാണ് എല്ലാവരുടെയും അവസ്ഥ. നാട്ടിൽ കൊടിയും പിടിച്ച് കിടക്കുന്ന കുട്ടി സഹാക്കന്മാരോടാണ് പറയുന്നത്. നാളെ നിങ്ങൾക്കും ഈ അവസ്ഥ വരാം. അന്ന് ഇതേപോലെ ഈ സഹാക്കന്മാർ പറയും, നമുക്കറിഞ്ഞൂടെ കേട്ടോ, നിങ്ങൾ വേണമെങ്കിൽ ഇതെടുത്തോ, ആക്ഷൻ എടുത്തോ, നമുക്കറിഞ്ഞൂടെ എന്ന് പറയും. അത് കേൾക്കുമ്പോൾ നിങ്ങളുടെ ശങ്ക് തകരും. കാര്യം നിങ്ങളുടെ ജീവനും നിങ്ങളുടെ ഈ പറഞ്ഞ പോലെ നിങ്ങളുടെ ടൈം എല്ലാം കൊടുത്ത് പാർട്ടിക്ക് വേണ്ടി അഹോരാത്രം പണിയെടുക്കുമ്പോൾ ഒരാൾ വന്ന് പറയുകയാണ് നിങ്ങൾ ഈ പാർട്ടിയുടെ ആരുമല്ല എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ശങ്ക് പൊളിയും. അന്ന് ശങ്ക് പൊളിയാണ്ടിരിക്കാനാണ് ഇന്നിപ്പോൾ ഈ പറഞ്ഞത്. അപ്പോൾ ഇതിൻ്റെ താഴെ വന്ന് കമൻറ്റ് ചെയ്യുന്ന കമ്മിക്കൂട്ടങ്ങൾ, തെറി വിളിക്കുന്ന കമ്മിക്കൂട്ടങ്ങൾ, നിങ്ങൾ ഒരു മിനിറ്റ് ഞാൻ പറഞ്ഞതൊന്ന് ആലോചിച്ച് നോക്കുക. ഇവരിപ്പോൾ ഈ പറഞ്ഞത് ശരിയാണോ? അർജുൻ, ഞാൻ നിന്നോട് പറയുകയാണ്, ഈ വീഡിയോ നിനക്ക് എങ്ങനെയും എത്തുകയാണെന്നുണ്ടെങ്കിൽ നീ തിരിച്ചു വരുമ്പോൾ നല്ലൊരു മനുഷ്യനായിട്ട് ജീവിക്കുക. ഈ പാർട്ടിക്കാരും നിനക്ക് അധികം സാമാനൊന്നും വാങ്ങിച്ച് തരില്ല. നിൻ്റെ വീട്ടുകാർക്ക് നീ മാത്രമേ ഉണ്ടാവുള്ളൂ. അത് മനസ്സിലാക്കി ജീവിക്കും. ഈ എട്ടുമുട്ടും തിരിയാത്ത ഈ പാവപ്പെട്ട പിള്ളേർക്ക് കുറേ ഫേക്ക് കഥകളും പറഞ്ഞു കൊടുത്ത് ഇതാണ് ശരിക്കും സ്വാതന്ത്ര്യം, ഇല്ല ഇതാണ് യഥാർത്ഥ സഖാവ് എന്നൊക്കെ പറഞ്ഞു കൊടുത്ത് നിങ്ങളെ വഴിതെറ്റിയാണ്. ആരെന്ത് പറഞ്ഞാലും നിങ്ങൾ സ്വന്തമായിട്ട് റിസർച്ച് ചെയ്യുക. അതിനുശേഷം നിങ്ങളൊരു ഉത്തരത്തിലെത്തുക. ഇതിന് പിന്നെ നിങ്ങൾ തീരുമാനം എടുക്കാവുള്ളൂ. ജയ് ഹിന്ദ്, ലാൽ സലാം.